welcome to next lesson in numerical methods in physics. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുല. ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻ്റർപോളേഷൻ എന്നുള്ളതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള പാർട്ട് അതായത് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് പാസ് ചെയ്യുന്നത്. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർപോളേഷൻ എന്നുള്ളത് if you are given with some data points and if you are asked to find the value of that function in the same range but at a point without a given data point. So x values എന്നുള്ളതും y values നമുക്ക് തന്നിട്ടുണ്ട്. equidistant ആയിട്ടുള്ള x values they are represented as xi yi. x1 y1 x2 y2 ഇങ്ങനെ x values തന്നിട്ടുണ്ട്. ഇപ്പോൾ x1 x2 x3 x4 ഇതിനിടയ്ക്ക് ഒരു ഈക്വൽ ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഇതിനിടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂയിലുള്ള ഫംഗ്ഷൻ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ആ വാല്യൂ കണ്ടെത്തുന്നതിന് പറയുന്ന പേരാണ് ഇൻ്റർപോളേഷൻ എന്നുള്ളത്. സോ ഇൻ്റർപോളേഷൻ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദർ ആർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ ഫോമിങ് എ ഫംഗ്ഷൻ ഫ്രം ദ ഗിവൺ ഡാറ്റ പോയിൻറ്റ്സ് ആൻഡ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡ് ഈസ് ദ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ. ആ പോളിനോമിയൽ ഇൻ്റർപോളേഷനിൽ തന്നെ പല മെത്തേഡ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ന്യൂട്ടൺസ് പോളിനോമിയൽ ഇൻ്റർപോളേഷൻ എന്നുള്ളത്. ന്യൂട്ടൺസ് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയലിന് നമുക്ക് Pn of x എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ Pn of x എന്നുള്ളതും തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റ്സും ദേ ഷുഡ് മാച്ച് അറ്റ് ദി ഗിവൺ ഡാറ്റ പോയിൻറ്റ്സ്. അതായത് Pn of xi എന്നുള്ളത് yiക്ക് ഈക്വൽ ആയിരിക്കണം. സോ ന്യൂട്ടൺസ് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്നുള്ളത് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദിസ് ഫോം. Pn of x is equal to a0 plus a1 into x minus x0 plus a2 into x minus x0 x minus x1 plus a3 into x minus x0 into x minus x1 into x minus x2 plus etc. plus an into x minus x0 into x minus x1 up to x minus xn minus 1. So this is the form of the Newton's polynomial. ഈ ന്യൂട്ടൺസ് പോളിനോമിയൽ നമുക്ക് അത് ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞ മീനിങ്ങിൽ നമുക്ക് അത് അവിടെ തെളിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ a0 a1 a2 അപ് ടു എക്സെട്ര an ഇത് കോൺസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യലാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ Pn of xiയും yiയും they should agree at the tabulated points. So as the x values are equidistant, ഇനി x values എല്ലാം equidistant ആണ്. അപ്പോൾ നമുക്ക് xi is equal to x0 plus ih എന്ന് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഈ കാണാം ഈ പ്രോബ്ലത്തിൽ x എന്നുള്ളത് ഇറ്റ് ഈസ് 1 2 3 4 5 6 7 8 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ x0 എന്നുള്ളതാണ് 1. ഇപ്പോൾ x1 എന്നുള്ളത് 2 ആണ്. സോ ഇറ്റ് ഈസ് 1 plus 1. x2 എന്നുള്ളത് 3 ആണ്. ഇറ്റ് ഈസ് 1 plus 2 into 1. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്നുള്ളത് ഇറ്റ് ഈസ് 1. h എന്നുള്ളത് 1 ആണ്. അതാണ് ഇവിടെ പറയുന്നത്. xi is equal to x0 plus ih എന്ന് എഴുതാം തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റ് ഏത് എക്സ് വാല്യൂസിനെയും. ഫോർ x is equal to x0 Pn of x എന്നുള്ളത് y0ക്ക് ഈക്വൽ ആവണം. സോ ഓൾ ദ ടേംസ് ഇൻ ദിസ് എക്സ്പ്രഷൻ ന്യൂട്ടൺസ് പോളിനോമിയലിൽ എക്സിന് പകരം x1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിന് പകരം x0 എന്ന് കൊടുക്കുകയാണെങ്കിൽ Pn of x0 is equal to a0 plus a1 into x0 minus x0 അത് 0. a2 into x0 minus x0 അതും 0. എല്ലാ ടേമും 0 ആയിരിക്കും എക്സെപ്റ്റ് ദി ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് a0. സോ all terms except the a0 vanish due to the presence of x minus x0 and we get Pn of x0 will be equal to y0. It will be equal to a0. ഈ എക്സ്പ്രഷൻ അത് a0 ആയിരിക്കും. സോ we get the first coefficient a0 equal to y0. Now a1 കണ്ടെത്താൻ നമ്മൾ അടുത്ത കണ്ടീഷൻ എടുക്കുകയാണ്. At x equal to x1 Pn of x should be equal to y1. So the only ഈ ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം Pn of x1 is equal to that is y1. It is equal to a0 plus a1 into x1 minus x0 plus a2 into x1 minus x0 into x1 minus x1. അപ്പോൾ x1 minus x1 എന്നുള്ള ടേം 0 ആണ്. അപ്പോൾ a2 a3 a4 a5 up to etc. an വരെയുള്ള ടേമിലെല്ലാം ഒരു x minus x1 ടേം ഉണ്ട്. ഇപ്പോൾ x equal to x1 ആണെങ്കിൽ അതെല്ലാം 0 ആയിരിക്കും. സോ ഓൺലി ദ ഫസ്റ്റ് ടു ടേംസ് ആർ നോൺ സീറോ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടും y1 is equal to a0 plus a1 into x1 minus x0. a1 plus x1 minus x0. So that is equal to
a1 is equal to y1 minus a0 by x1 minus x0 എന്ന് കിട്ടും. y1 minus a0 by x1 minus x0. So a1 is equal to a0 is already obtained as y0 last step. So y1 minus y0 by x1 minus x0. ഇനി y1 minus y0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോർവേഡ് ഡിഫറൻസ് ആണ്, ഡെൽറ്റ y0. സോ ഡെൽറ്റ y0 by h, x1 minus x0 നമുക്ക് ഇൻ്റർവൽ h എന്ന് എടുക്കാം. Now for x equal to x2, pn of x എന്നുള്ളത് y2 ആവും. സോ ഓൺലി ദ ഫസ്റ്റ് 3 ടേംസ് ആർ നോൺ സീറോ. a0, a1, x2 minus x0, a2, x2 minus x0, x2 minus x1 plus a3, x2 minus x0, x2 minus x1 into x2 minus x2 വരും. സോ a3 മുതൽ അങ്ങോട്ട് എല്ലാ ടേമിലും ഒരു x minus x2 എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ x x2ന് ഈക്വൽ ആണെങ്കിൽ ആ ടേം 0 ആവും. സോ ഓൺലി ദ ഫസ്റ്റ് 3 ടേംസ് ആർ നോൺ സീറോ. അപ്പോൾ അത് നമുക്ക് കിട്ടും y2 ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x2 മൈനസ് x0 പ്ലസ് a2 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. സോ ദാറ്റ് ഈസ് y2 ഈസ് ഈക്വൽ ടു a0 എന്നുള്ളത് y0 ആണ്, പ്ലസ് a1 എന്നുള്ളത് കിട്ടി, ഇറ്റ് ഈസ് y1 മൈനസ് y0 ബൈ h ഇൻറ്റു ദിസ് x2 മൈനസ് x0 ഈസ് നൗ 2h. x1 മൈനസ് x0 എന്നുള്ള ഒരു h ആണ്, x2 മൈനസ് x0 എന്നുള്ള ആ ഇൻ്റർവൽ കൂടി, അപ്പോൾ ഇറ്റ് ഈസ് 2h into a2 into x2 minus x0 is 2h, x2 minus x1 is h. So that is this a2, നമുക്ക് വേണ്ടത് a2 ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ എയിം. സോ a2 into 2 into 1 it is 2 factorial h square. 2 factorial എന്നുള്ളത് 2n ആണ്, നമ്മൾ ജനറൽ ട്രെൻഡിലേക്ക് പോകുന്നത് കൊണ്ട് ഫാക്ടോറിയൽ ഇരുന്നത്. സോ 2 factorial h square is equal to, here it is y2, y1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, സോ മൈനസ് y1, ഈ ടേമിൽ എച്ചും അതുപോലെ തന്നെ ഈ എച്ചും ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു y1 മൈനസ് y0, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2 ഇൻറ്റു y1 മൈനസ് y0. സോ ഇറ്റ് ബിക്കംസ് a2 ഈസ് ഈക്വൽ ടു ഇവിടുന്ന് y2 മൈനസ് 2y1 പ്ലസ് y0 എന്നാവും. സോ y2 മൈനസ് 2y1 പ്ലസ് y0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു h സ്ക്വയർ. സോ a2 ഈസ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ഇൻ ദ ന്യൂമറേറ്റർ, അതെന്താണ്? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് ഡെൽറ്റ സ്ക്വയർ y0, ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ സ്ക്വയർ y0 ഇൻറ്റു h സ്ക്വയർ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇവിടെ ജനറൽ ട്രെൻഡ് വന്നു. a1 എന്നുള്ളത് a0 എന്നുള്ളത് ഇറ്റ് ഈസ് y0, a1 ഇറ്റ് ഈസ് ഡെൽറ്റ y0 ബൈ h ഇൻറ്റു 1 ഫാക്ടോറിയൽ, a2 ഡെൽറ്റ സ്ക്വയർ y0 ബൈ h സ്ക്വയർ 2 ഫാക്ടോറിയൽ. സോ സിമിലർലി a3 ഡെൽറ്റ ക്യൂബ് y0 ബൈ h ക്യൂബ് 3 ഫാക്ടോറിയൽ എക്സെട്ര. ദ ലാസ്റ്റ് constant an is equal to delta of n y0 divided by h raised to n into n factorial. Now സോ നമുക്ക് ആ കോൺസ്റ്റൻസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ന്യൂട്ടൺസ് പോളിനോമിയലിലേക്ക്. സോ ദിസ് ന്യൂട്ടൺസ് പോളിനോമിയൽ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. നമുക്ക് ഇങ്ങനെ ഫോമിലേക്ക് എഴുതാം. pn of x is equal to a0 plus a1 into x minus x0 plus a2ന്റെ സ്ഥാനത്ത് ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടോറിയൽ x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 പ്ലസ് a3 ഇൻറ്റു x മൈനസ് x0 x മൈനസ് x1 x മൈനസ് x2 പ്ലസ് എക്സെട്ര an ഇൻറ്റു x മൈനസ് x0 x മൈനസ് x1 എക്സെട്ര x മൈനസ് xn മൈനസ് 1. സോ ദിസ് ഈസ് ദി ന്യൂട്ടൺസ് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഇൻ വൺ ഫോം. വേറൊരു ഫോമിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിതിൽ എക്സിന് പകരം x0 പ്ലസ് പി എച്ച് എന്നെടുക്കുകയാണ്. ഈ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ഇത് എക്സ് എന്നുള്ളത്. സോ എനി വാല്യൂ ഓഫ് എക്സ് ഇൻ ദ സെയിം ഇൻ്റർവൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ x0 പ്ലസ് പി എച്ച്. അപ്പോൾ obviously പി എന്നുള്ളത് ഇൻറ്റിജർ ആവില്ല. പി ഇൻറ്റിജറായി വന്നാൽ പിന്നെ നമുക്ക് ഡാറ്റ പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ പി ഇൻറ്റിജർ അല്ലാത്ത വാല്യൂവിൽ ഡാറ്റ പോയിന്റ് അല്ലാത്ത വാല്യൂസും കിട്ടും. സോ എക്സ് ഈക്വൽ x0 പ്ലസ് പി എച്ച് എന്ന് കൊടുത്തിട്ട് and put the value of ai in Newton's polynomial, we get to pn of x is equal to that. This is the Newton's polynomial. അതിലേക്ക് ഈ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ you will get this one. അതെങ്ങനെ വരുന്നത് വെച്ചാൽ a0 is equal to y0, a1 is equal to delta y0 by h എന്ന് വരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ x minus x0 എന്നുള്ളത് ഇവിടുന്ന് കിട്ടും x minus x0 is ph. So ph എന്ന് വരും. So it is delta y0 by h into ph. അപ്പോൾ h ക്യാൻസൽ ചെയ്യും. The remaining will be delta y0 into p. പിന്നെ ഇവിടെ വരുന്നുണ്ടാവുക x minus x0 എന്നുള്ളത് പി എച്ച് ആവും, x minus x1 എന്നുള്ളത് p minus 1h ആവും. സോ ദിസ് വിൽ ബി പി എച്ച് ഇൻറ്റു p minus 1h. ഇവിടെ വരുന്നുണ്ടാവുക ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു h സ്ക്വയർ. അപ്പോൾ h സ്ക്വയറും ക്യാൻസൽ ചെയ്യും. The remaining will be p into p minus 1 by 2 factorial into delta square y0. Then
plus p into p minus 1 into p minus 2 by 3 factorial into delta cube by 0 plus etc. This is another form of Newton's interpolating polynomial. ഈ കേസിൽ നമ്മൾ പിയുടെ ടേമിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പി എന്നുള്ളത് ഇത് വെച്ച് ഡിറ്റർമിൻ ചെയ്യണം. പി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ ബൈ എച്ച്. അതല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ ടേക്ക് ദ ഓൾഡർ ഫോം. ഇൻ എനി വേ ബോത്ത് ദീസ് ആർ കാൾഡ് ന്യൂട്ടൺസ് interpolating forward difference formula and is useful for interpolation near the beginning of a set of tabulated values. നമുക്ക് ടാബുലേറ്റഡ് വാല്യൂ തന്നാൽ ഈ ഫോർവേഡ് ഡിഫറൻസ് വെച്ചിട്ട് ആ ടാബുലേറ്റഡ് വാല്യൂൻ്റെ തുടക്കത്തിലുള്ള വാല്യൂസാണ് കൂടുതൽ ആക്യുറേറ്റ് ആയി കിട്ടുന്നുണ്ടാവുക. Now there is another difference called backward difference. Backward difference വെച്ചിട്ട് ടാബുലേറ്റഡ് വാല്യൂൻ്റെ എൻഡിലാണ് ഒന്നുകൂടി ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. സെൻട്രൽ ഡിഫറൻസും അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ സിലബസിൽ ഫോർവേഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ഫോർവേഡ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യേണ്ടി വരും. So an example is, construct the difference table from the following data and find the polynomial representing it. Also find the value of y at x equal to 1.5 and x equal to 2.3. The x values are 1, 2, 3, 4, 5, 6, 7, 8. Y values are also given. ഇവിടുത്തെ ചോദിച്ചിരിക്കുന്ന എക്സ് വാല്യൂസ് 1.5ഉം 2.3ഉം ബോത്ത് ഓഫ് ദം ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റേഞ്ച് 1 to 8, ബട്ട് ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഗിവൺ ഡാറ്റാ സെറ്റ്. ഈ 1 to 8ൻ്റെ ഉള്ളിലാണുള്ളത്, പക്ഷേ ഡാറ്റാ സെറ്റിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കണ്ടെത്തുന്നതിന് പറയുന്ന പേരാണ് ഇൻ്റർപോളേഷൻ എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു തന്നത് ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യാം. ആ ഡിഫറൻസ് ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ് വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. പിന്നെ വൈ വാല്യൂസിൽ ഫസ്റ്റ് വൈ വാല്യൂ ദാറ്റ് ഈസ് y0, ദെൻ ഡെൽറ്റ വൈയിൽ ഡെൽറ്റ y0, അതും അതിലെ ഫസ്റ്റ് എൻട്രി. ഡെൽറ്റ സ്ക്വയർ y0 എന്നുള്ളത് ഇതിലെ ഫസ്റ്റ് എൻട്രി. ഡെൽറ്റ ക്യൂബ് y0 എന്നുള്ളത് ഈ പറയുന്ന തേർഡ് ഓർഡർ ഡിഫറൻസിലെ ഫസ്റ്റ് എൻട്രി. അപ്പോൾ ഇവിടെ കാണുന്നത് മൂന്നാമത്തെ ഓർഡർ തേർഡ് ഓർഡർ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഫോർത്ത് ഓർഡർ മുതൽ അങ്ങോട്ട് 0 ആണ്. സോ ദിസ് ഈസ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആൻഡ് ഹിയർ h is equal to 1 ബിക്കോസ് ഈ ഇൻ്റർവൽ 1, 2, 3, 4 ആണ്. ദെൻ x0 1 ആണുള്ളത്. പിന്നെ നമ്മുടെ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം y0 പ്ലസ് ഡെൽറ്റ y0 ബൈ h ഇൻ എക്സ് മൈനസ് x0 ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടർ ഇൻ h സ്ക്വയർ എക്സ് മൈനസ് x0 എക്സ് മൈനസ് x1 പ്ലസ് ഡെൽറ്റ ക്യൂബ് y0 ബൈ 3 ഫാക്ടർ h ക്യൂബ് ഇൻ എക്സ് മൈനസ് x0 എക്സ് മൈനസ് x1 എക്സ് മൈനസ് x2. അപ്പോൾ അതിൽ തേർഡ് ഓർഡർ വരെ കീപ്പ് ചെയ്താൽ മതി, ബിക്കോസ് ഫോർത്ത് ഡെൽറ്റ റൈസ് ടു 4y0 0 ആണ്. സോ അപ് ടു തേർഡ് ഓർഡർ. ഇനി ഇതിൽ വാല്യൂസ് എല്ലാം ടേബിളിൽ നിന്ന് എടുത്ത് എഴുതാം. ടേബിളിൽ നമുക്ക് കാണാം y0 minus 148, y0 minus 148, then delta y0 minus 82, delta square y0 34, delta cube y0 18. അത്രയും വാല്യൂസ് ഇവിടെ എഴുതി. then pn of x is equal to y0 minus 148 plus delta y0 minus 82 by h1 in x minus 1, x minus x0 എന്നുള്ള x minus 1 ആവും, plus delta square y0 it is 34 by 2 into x minus 1 into x minus x1 എന്നുള്ളത് അടുത്ത എൻട്രി 2 ആണുള്ളത്. സോ x minus 2 plus this delta cube y0 is 18 by 3 factorial is 6, h cube എന്നുള്ളത് 1 ആണ് h. സോ 6 into x minus x1 x minus 2 into x minus 3. ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എക്സ് വാല്യൂസും എക്സ് സ്ക്വയർ വാല്യൂസും എക്സ് ക്യൂബ് വാല്യൂസും എല്ലാം ആഡ് ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് ടേമും ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ലൈക്ക് ദിസ്. pn of x is equal to 3x cube minus x square minus 100x minus 50. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അതേ ആൻസർ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദ റിക്വയർഡ് പോളിനോമിയൽ. ദിസ് ഈസ് ദ യെല്ലോ കളറിൽ കാണുന്നുണ്ട്. ദിസ് ഈസ് ദ റിക്വയർഡ് പോളിനോമിയൽ. ഇനി ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് കൂടെ ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y at x equal to 1.5, 2.3. ഇനി വളരെ ഡയറക്റ്റ് ആണത്. y of 1.5 എന്നുള്ളത് നമ്മുടെ കിട്ടിയ പോളിനോമിയലിൽ 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. pn of 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 1.5 whole cube minus 1.5 whole square minus 100 into 1.5 minus 50 ദാറ്റ് ഈസ് ഈക്വൽ ടു minus 192. അതുപോലെ y of 2.3 അത് minus 248 എന്ന് കിട്ടും. ഇതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ. Construct the difference table from the following data and obtain the corresponding polynomial. Determine y for x equal to 2 and x equal to 3.3. അപ്പോൾ ഇവിടെ 2 എന്നുള്ളതും ഈ ഡാറ്റാ പോയിന്റിലില്ല, 3.3യും ഇല്ല, പക്ഷേ അത് 1നും 30ക്കും ഇടയ്ക്കാണ് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഓൾസോ ഇൻ്റർപോളേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യും. അപ്പോൾ അതിലെ എൻട്രീസ്
ഇവിടെ 135 എന്ന് പറയുന്നത്. അപ്പോൾ h2 ആണ്, x0 1 ആണ്. ദിസ് ഈസ് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ റൈസ് ടു 4y0. അപ്പോൾ ഫോർത്ത് ഓർഡർ ഡിഫറൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഫിഫ്ത്ത് ഓർഡർ മുതൽ 0 ആണ്. സോ ദിസ് ഈസ് എ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ. നേരത്തെ ചെയ്ത പോലെ തന്നെ x0 1, h2 പോളിനോമിയലിൻ്റെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ y0 ടേം ഉണ്ട്, ഡെൽറ്റ y0 ടേം ഉണ്ട്, ഡെൽറ്റ സ്ക്വയർ y0 ഉണ്ട്, ഡെൽറ്റ ക്യൂബ് y0 ഉണ്ട്, ആൻഡ് വി ഹാവ് ടു കീപ് ഡെൽറ്റ റൈസ് ടു 4y0. കാരണം 4 ടേം ഇവിടെ പോസിബിൾ ആണ്. ദെൻ ടേബിളിൽ നിന്ന് കോപ്പി ചെയ്യുന്നു. y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ റൈസ് ടു 4y0. അപ്പോൾ വാല്യൂസ് എല്ലാം ഇവിടെ എഴുതി. ദെൻ pn of x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y0 പ്ലസ് ഡെൽറ്റ y0 ബൈ h2 ഇൻറ്റു x മൈനസ് x1 ഈസ് 1, x0 ഈസ് 1, x മൈനസ് 1 പ്ലസ് ഡെൽറ്റ സ്ക്വയർ y0 46.4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 2 ഇൻറ്റു h സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു x മൈനസ് x0 x മൈനസ് x1 എന്നുള്ളത് x മൈനസ് 1 ഇൻറ്റു x മൈനസ് 3 എന്ന് വരും. ബിക്കോസ് x1 എന്നുള്ളത് 3 ആണ്. അതുപോലെ അടുത്തത് 76.8 ബൈ 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 6 ഇൻറ്റു h ക്യൂബ് 2 ക്യൂബ്, ദെൻ x മൈനസ് 1 x മൈനസ് 3 x മൈനസ് 5, ദെൻ ഡെൽറ്റ റൈസ് ടു 4 38.4 ബൈ 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 24 ഇൻറ്റു h റൈസ് ടു 4, ദാറ്റ് ഈസ് 2 റൈസ് ടു 4, x മൈനസ് 1 x മൈനസ് 3 x മൈനസ് 5 x മൈനസ് 7. ജസ്റ്റ് ഇത് ആഡ് ചെയ്യാം. ഓരോ ടേമും കോൺസ്റ്റൻറ്റ് ടേമും x ടേമും x സ്ക്വയർ ടേമും x ക്യൂബ് ടേമും x റൈസ് ടു 4 ടേമും സെപ്പറേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി റിസൾട്ട് ആസ് pn of x is equal to x raised to 4 by 10 minus 200x minus 50. റിസൾട്ട് അതിൻ്റെ സ്റ്റെപ്പെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ചെയ്യുന്ന സ്റ്റെപ്പും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദ റിക്വയർഡ് പോളിനോമിയൽ. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തണം. y of 2 എന്നുള്ളത് pn of 2, അതിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദാറ്റ് ഈസ് മൈനസ് 448. y of 3.3 pn of 3.3 we get minus 698.14. Now do these two problems as homework. That is Newton's forward interpolation formula from this table, and find the value of y at x equal to minus 3.7 and x equal to minus 2. Similarly, this also you have to do yourself. The answer is given here in both cases, so you can check the answer. Thank you for watching this.